ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നർക്കോട്ടിക് സ്നിഫർ പോലീസ് ട്രെയിനിംഗ് ലഭിച്ച നായയുമായി പരിശോധന നടത്തി പൂയപ്പള്ളി പോലീസ്. 2 വയസ്സുകാരി സോയ് എന്ന നായയാണ് പൂയപ്പള്ളി പോലീസിന്റെ സഹായത്തിന് എത്തിയത്. കൊല്ലം റൂറൽ പോലീസിന്റെ കീഴിൽ ആദ്യമായി പൂയപ്പള്ളി പോലീസാണ് സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചുള്ള വ്യാപക പരിശോധന നടത്തുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്നുകൾ കൈവശം വെക്കുന്നവരെ കണ്ടെത്തുന്നതിനായാണ് പൂയപ്പള്ളി പോലീസ് സ്നിഫർ നായയുടെ സഹായം തേടിയത്. നർക്കോട്ടിക് സ്നിഫർ പോലീസ് ട്രെയിനിംഗ് ലഭിച്ച ജാക്ക് റസൽസ് ടെറിയർ ഇനത്തിൽപ്പെട്ട 2 വയസ്സുകാരൻ സോ എന്ന നായയാണ് പോലീസിന്റെ സഹായത്തിന് എത്തിയത്. സംസ്ഥാന വ്യാപകമായി കേരള പോലീസ് നടത്തുന്ന ഡി ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി കൊല്ലം റൂറൽ പോലീസ് പൂയപ്പള്ളി പോലീസ് ടീമും അതിനോടൊപ്പം തന്നെ നാർക്കോട്ടിക് സ്ക്വാഡ് കേനൈൻ സ്ക്വാഡുമായി ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയുണ്ടായി. ഓയൂര്, പൂയപ്പള്ളി, വെളുന്നല്ലൂർ, ഓടനോട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ ചെക്ക് ചെയ്തു. സംശയാസ്പദമായ വീടുകൾ, കടകൾ, കൂടാതെ ചരക്ക് വാഹനങ്ങൾ, ഇത് നേരത്തെ കച്ചവടം ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ, കടകൾ, ഇവിടെയെല്ലാം റെയ്ഡ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതും കൂടാതെ ഈ കേനൈൻ സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. പ്രധാന ജംഗ്ഷനുകൾ, പലചരക്ക് കടകൾ, വഴിയോര കടകൾ, ഓട്ടോറിക്ഷകൾ, ചരക്ക് ഗതാഗത വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ, KSRTC ബസ്സുകൾ, സ്റ്റേഷനറി കടകൾ, പച്ചക്കറി വ്യാപാരം നടത്തുന്ന കടകൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് വ്യാപക തിരച്ചിൽ നടത്തിയത്. പൂയപ്പള്ളി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബിജു STയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രജീഷ് മാധവൻ അടങ്ങുന്ന പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.